നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അല്ല അങ്കിളും എന്നെ തിരിച്ചില്ലേ? ആ അങ്കിള്, പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങളെ മോൾക്ക് പേരിട്ടു കൃഷ്ണ. ആ മോനെ ഞാനിപ്പോ വിളിച്ചത് ഇപ്പൊ കിട്ടിയൊരു സന്തോഷ വാർത്ത നിന്നെ ഒന്ന് അറിയിക്കാനാ. ആ എന്താ അങ്കിള്? നീ ആ ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിട്ടെ. ഓ, ലൗഡ് സ്പീക്കറിലിട. ആ പറയണ അങ്കിൾ. ആ അർജുൻ, നീ ഒരു ജഡ്ജി ആകാൻ പോവുകയാ. ലിസ്റ്റ് ആയിട്ടുണ്ട്. ആണോ അങ്കിളെ? അതെ അർജുൻ, നിനക്ക് ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണല്ലോ. നീ നല്ല മാർക്കോടെ പാസ്സായി. നിന്റെ പേര് ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒഫീഷ്യലായിട്ട് ഉടനെ അറിയിപ്പ് വരും. പിന്നെ ഇപ്പൊ ഇതാരോടും പുറത്തു പറയണ്ട. ലിസ്റ്റ് പുറത്തു വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും. എനിക്കറിയാം അങ്കിൾ. ഇല്ലില്ല, പുറത്ത് പറയില്ല. കൺഗ്രാറ്റുലേഷൻസ് ജസ്റ്റിസ് അർജുൻ. താങ്ക് യു ആന്റി. അച്ഛാ വേഗം വാ. ആ മോളെ, ഞങ്ങളിതാ തിരിക്കാൻ തുടങ്ങുക. ആ അമ്മ. നമ്മുടെ കൃഷ്ണമോള് കുടുംബത്തിന് നേട്ടവും സന്തോഷവും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. പാവം, അമ്മയെ കാണാത്ത കരച്ചില്ല. 10 മാസം നൊന്തു പെറ്റ ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്ന കണ്ണിച്ചോറിയില്ലാത്തവളുമാര്. കരയാതെ മോളെ, അമ്മ പോയെങ്കിൽ പോട്ടെ. ഒരു കുറവും വരാതെ നിന്നെ നോക്കുന്ന സ്ഥലത്ത് നിന്നെ എത്തിക്കാം. അവിടെയുള്ളവര് നിന്നെ പൊന്നുപോലെ നോക്കും. നല്ല ട്രാഫിക്, അതാ താമസിച്ച്. സാറുണ്ടല്ലോ അല്ലേ? സാറുണ്ട്. അയ്യോ, കുഞ്ഞിന് നല്ല കരച്ചിലാണല്ലോ. അങ്കിളെ, ഈ കുഞ്ഞിനെ ഞങ്ങളൊന്ന് എടുത്തോട്ടെ? ഇപ്പൊ വേണ്ട, മക്കള് പോയി കളിച്ചോ. ഞങ്ങളും അതാ പറഞ്ഞോണ്ട് വന്നേ. അമ്മയുടെ ചോറ് കിട്ടുന്നില്ല, പാലും കിട്ടുന്നില്ല, അപ്പൊ മക്കള് കരയും. ആ, അമ്മ എവിടെയെങ്കിലും സുഖിച്ച് കഴിയാവും. അതൊന്നും പറയാൻ പറ്റില്ല. എത്ര ദൂരെയാണെങ്കിലും ഇടയ്ക്കെങ്കിലും നെഞ്ചൊന്ന് കൊളുത്തി വലിക്കും. ആ നിങ്ങള് വാ. നമസ്തേ സർ. നമസ്തേ. എവിടെ നമ്മുടെ പുതിയ മോളെ ഒന്ന് കാണട്ടെ. മല്ലികേ, അപ്പോ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം കൂടി വന്നിരിക്കുന്നു. ഭഗവാനെ, കൃഷ്ണ. തന്നോളൂ. ഇന്ന് എൻ്റെ മകൾ പൂജ അവൾക്ക് ജനിച്ച കുഞ്ഞുമായി അവളുടെ വീട്ടിൽ കയറുന്ന ദിവസമാണ്.
ആ ദിവസം തന്നെ ഇവിടെയും ഒരു പുതിയ ആൾ വന്നിരിക്കുന്നു. ഇനി മുതൽ ഈ മല്ലികയാ മോളുടെ അമ്മ. കേട്ടോ മോളെ? ഇതാ മല്ലിക, എടുത്തോളൂ. ആ ദാസ, കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. ഇത് ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയതാണോ അതോ വളർത്താൻ നിവൃത്തിയില്ലാതെ അച്ഛനോ അമ്മയോ നിങ്ങളെ ഏൽപ്പിച്ചതാണോ? ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിഞ്ഞ തടവുകാരുടെ കുഞ്ഞ്. ജയിലിലെത്തിയപ്പോഴേ ഗർഭിണിയായിരുന്നു. പ്രസവിക്കാൻ ആശുപത്രിയിലാക്കി. പ്രസവം കഴിഞ്ഞ് അവൾ പോലീസിനെ വെട്ടിച്ച് ആശുപത്രിയും ചാടിപ്പോയി. വളർത്താൻ സാധിക്കാത്തവരെന്തിനാ പ്രസവിക്കാൻ പോകുന്നത്? അത് കുഞ്ഞിനോട് കാണിക്കുന്ന ദ്രോഹം. അങ്ങനെയൊന്നും പറയരുത് മല്ലികേ. അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയായിരിക്കും. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറുമ്പോഴേ അവർ ചെയ്യുന്ന തെറ്റും ശരിയും നമുക്ക് മനസ്സിലാവൂ. സത്യത്തിൽ ആ അമ്മ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത് ഒരു നല്ല കാര്യം തന്നെയാ. സാറിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ എത്തിയില്ലേ. ഇനി സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഇവിടുന്ന് കിട്ടുമല്ലോ. മല്ലികേ, ഇന്നിപ്പോ നമുക്കിവിടെ പായസം വെക്കണം. പിന്നെ ഇന്ന് ഊണിന്റെ കൂടെ തീർച്ചയായും പായസവും വേണം. പൂജയുടെ കുഞ്ഞ് ഇന്ന് വീട്ടിൽ വരുന്നത് പ്രമാണിച്ച് അവിടെ പമ്പൻ സദ്യ ഒരുക്കുക. പൂജ എന്ന് പറയുന്ന ആരാ? ഇതുപോലെ തന്നെ ഇവിടെ എത്തിയ കുട്ടിയാ. പക്ഷേ പൂജ കൈക്കുഞ്ഞായിട്ടല്ല, അവൾക്ക് 3 വയസ്സുണ്ടായിരുന്നു. സ്നേഹസദനത്തിന്റെ ആത്മാവും ജീവവായുവും ഒക്കെ അവളായിരുന്നു. അവളുടെ ഓരോ പിറന്നാളും ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. ഇപ്പോ നല്ല മിടുക്കിയായി അഡ്വക്കേറ്റ് അർജുന്റെ ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ പൂജയുടെ ഡെലിവറി കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി വീട്ടിൽ കയറുന്ന ദിവസമായിന്ന്. അതിന്റെ ആഘോഷം നടക്കുക അവിടെ. സാറിനിപ്പോ ഇന്ന് 2 കുട്ടികളാണ് കിട്ടിയത് അല്ലേ? ആ അതെ. ആ എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. സാറിന് ഇതിന്റെ രീതികളൊക്കെ അറിയാമല്ലോ. ഈ കവർ ഒരിക്കലും കൈമോശം വരാൻ പാടില്ല. സീല് പൊട്ടിക്കാനും പാടില്ല. കോടതിയിൽ മാത്രമേ ഇത് പൊട്ടിക്കാവൂ. ഇതൊന്നും സാറിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറിയാം, എന്നാലും ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ. മോളൂ, മോളിനി ഞങ്ങളുടെയൊക്കെ പൊന്നു മോളായിരിക്കും. സാറേ, അപ്പൊ പായസം വെക്കാനുള്ള ഒരുക്കം തുടങ്ങാനല്ലേ? പിന്നെന്താ. ആ മല്ലികെ, പായസത്തിന് മധുരം ഇത്തിരി കൂടിക്കോട്ടെ. മോളെ, മധുരം മതിയോന്ന് നോക്കിയേ. ആ വരുന്നേ. ആ സൂപ്പർ, അടിപൊളി. ഇനി 2 കൂട്ടം പായസം കൂടി ഉണ്ട്. 3 കൂട്ടം പായസം വെക്കുന്നുണ്ടോ? പിന്നെ ആ പിന്നെ ഒരു കാര്യമുണ്ടമ്മേ. എന്താ മധു? വീട്ടിലൊരു കുഞ്ഞു വന്നു. അത് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ 3 കൂട്ടം പായസമൊക്കെ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കുന്നത് ഇച്ചിരി കൂടിപ്പോയി. എന്ത് കൂടിപ്പോയെന്ന്? 3 കൂട്ടം പായസമല്ല, 30 കൂട്ടം പായസം വെക്കുന്ന സന്തോഷത്തിലാ ഞാനിപ്പോ. കുഞ്ഞു വന്ന് കേറിയത് മാത്രമല്ല, എന്റെ കൊച്ചുമോനെ ജഡ്ജിയാവാൻ പോവുക. ഞാനേ ഇനി ജഡ്ജിയുടെ അച്ചമ്മയാ. പായസവും പഞ്ചാമൃതവും ഒക്കെ വെക്കും. പിന്നല്ലാതെ, കമ്പനിയിൽ നാളെ പാർട്ടിയാ. സ്റ്റാഫിന് എല്ലാവർക്കും പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷാവസരത്തിൽ കുറ്റം പറയല്ല. എനിക്ക് മോള് ജനിച്ചപ്പോ അമ്മ ഇങ്ങനെ സന്തോഷം കാണിച്ചിട്ടില്ല. അന്നും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ അമ്മയായതുപോലെയല്ല പൂജ അമ്മയായത്. അഗ്നിപരീക്ഷകൾ ഒരുപാട് നേരിട്ടതാ. വളർന്നതോ അനാഥാലയത്തിൽ. സ്വന്തം അച്ഛനെയും അമ്മയും
വേറൊരുത്തി അച്ഛന്നും അമ്മയെന്നും വിളിക്കുന്നത് കണ്ട് ജീവിക്കേണ്ടി വന്നു. ഞാനും നീയും അവളോട് വെറുപ്പ് കാണിച്ചു. പല സാഹചര്യങ്ങളിലും മാധുരിയും ആനന്ദും പോലും അവളെ തള്ളി പറഞ്ഞു. പലരും അവളെ അപകടപ്പെടുത്താൻ നോക്കി. ആ കരിങ്കള്ളി പ്രിയയെ നമ്മളെ നന്ദന്റെ അരുണിമയുടെ മോളായിട്ട് അംഗീകരിച്ചു. അർജുൻ പൂജയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ തന്നെ എത്രയോ കാലം വേണ്ടി വന്നു. അങ്ങനെയുള്ള പൂജയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പം അത് മഹോത്സവമായി തന്നെ ആഘോഷിക്കണം. ഇതിപ്പോ നമ്മൾ പൂജയോട് കാണിക്കുന്ന പ്രായശ്ചിത്തം. അമ്മ പറഞ്ഞ സത്യ. പൂജ മോളോട് കാണിച്ച തെറ്റുകൾ ഈ രീതിയിൽ തിരുത്തണം. അമ്മേ, ആനന്ദേട്ടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ. മാധുരി ചേച്ചി, തീർത്ഥാടനം നാളെ തുടങ്ങിയ പോരെ? ഏയ്, പറ്റില്ല. പൂജയും കുഞ്ഞും ഈ വീട്ടിൽ വന്നു കയറുന്ന ദിവസം തന്നെ അമ്പല ദർശനം തുടങ്ങണമെന്നാ ഞാൻ വിചാരിച്ചത്.